ഒരു ഇലക്ഷൻ്റെ സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. സ്വാഭാവികമായും ഒരു മതേതര നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സമ്മതിദാനാവകാശം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. ആലോചിച്ചും ചിന്തിച്ചും ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ കേൾക്കുന്ന എല്ലാ പ്രചാരണങ്ങളും കോലാഹലങ്ങളും എല്ലാം നമ്മൾ ബൂത്തിൽ ചെല്ലുമ്പോൾ എവിടെ വോട്ട് ചെയ്യണമെന്ന നമ്മുടെ മനോഗതി തീരുമാനിപ്പിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യണത്, ഈ പാട്ടും പ്രസംഗവും പ്രചാരണങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ കാഴ്ചപ്പാടുകളിൽ നിന്നാണ് നമ്മൾ എവിടെ ചെയ്യണമെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത് തീരുമാനിക്കേണ്ടത്. ഏറ്റവും പ്രധാനം സുഹൃത്തുക്കളെ, നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്ര പൈസ വരും എന്നുള്ളതോ അല്ലെങ്കിൽ എന്ത് ആനുകൂല്യങ്ങൾ കിട്ടും എന്നതിലൊക്കെ ഉപരി നമ്മുടെ നിലനിൽപ്പാണ്, നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വ്യക്തിപരമായ, നമ്മുടെ കുടുംബപരമായ, നമ്മുടെ മതപരമായ എല്ലാ നിലക്കുള്ള അസ്തിത്വമുണ്ടല്ലോ, അത് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണാധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഷുഐബ് നബി അലൈഹി സ്വലാം പ്രബോധനം ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ കൊലവിളികളുമായിട്ട് ആൾക്കാർ വന്നു. ആ വന്ന ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഖാലു യാ ഷുഐബ് മാ നഫ്ഖഉ കസീറൻ മിമ്മാ തഖൂൽ, നീ പറയണതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. ഇന്നാ ലനറാക ഫീനാ ദഈഫ്, നീ വളരെ ദുർബലനാണ്, നിന്നൊന്നും കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല, അത്ര ദുർബലനാണ് നീ. എന്നാൽ വലൗലാ റഹ്തുക, നിന്റെ കുടുംബങ്ങളില്ലായിരുന്നുവെങ്കിൽ ലറജംനാക, നിന്നെ ഞങ്ങൾ എറിഞ്ഞു കൊല്ലുമായിരുന്നു. വമാ അൻത അലൈനാ ബിഅസീസ്, നീ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്താ കൊല്ലാതിരിക്കാൻ കാരണം? അദ്ദേഹത്തിൻ്റെ ശക്തിയല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ശക്തിയാണ്. ന്യൂനപക്ഷങ്ങളായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തിയോ എണ്ണമോ അല്ല, മറിച്ച് നമ്മൾ ഈ മതേതരമായൊരു സമൂഹമായി ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയാണ് ഏറ്റവും വലിയ. കൂട്ടായി നിൽക്കുന്ന ശക്തി, എല്ലാം മറന്ന് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയാണ് ഒരു മതേതര നാട്ടിൽ എല്ലാ മതങ്ങളും നിലനിന്ന് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മുടെ എല്ലാ നിലക്കുമുള്ള നമ്മുടെ നാടിൻ്റെയും നമ്മുടെ മതത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും ഗുണകരമായ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഒരു തീരുമാനം പറയുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യത്തിൽ. അത് ചെയ്യണം എന്നുള്ളത് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യണം. വോട്ടില്ലാത്തവർ വോട്ടുണ്ടാക്കി അതിലൊരു അവകാശം നേടിയെടുക്കണം. അതോടൊപ്പം തന്നെ അത് ആലോചിച്ച് നിർവഹിക്കണം. അത് നമ്മുടെ എല്ലാറ്റിനും ഗുണകരമായ രൂപത്തിൽ വിനിയോഗിക്കാൻ വർഗീയതയില്ലാത്ത മതേതരം നിലനിൽക്കുന്ന നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സം കൂടാതെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു നല്ല വിശ്വാസിയായി ജീവിക്കാൻ പറ്റുന്ന നിർഭയത്വത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മളിതിനെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു